ഒറീസയിലെ ബാലാസോർ ജില്ലയിലെ ഭാര്യയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്ന ഭർത്താവ് ഭാര്യ വീട്ടിൽ മരിച്ചു കിടക്കുന്നു. കട്ടക്കിലാണ് ഭർത്താവിന് ജോലി. അയാൾ ജഗത്സിംഗ്പൂർ നിവാസിയാണ്. ലക്ഷ്മി രഞ്ജൻ സേത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 32 വയസ്സുണ്ട്. ഭാര്യ താമസിക്കുന്ന സ്ഥലത്തേക്ക് അയാൾ ജോലി കഴിഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വീട്ടിൽ വന്നു. ഭാര്യ താമസിക്കുന്ന വീട്ടിൽ ഇയാൾ എത്തി. സന്തോഷമായ ദിവസം കൈവെക്കാൻ വന്നതാണ്. പക്ഷേ അടുത്ത ദിവസം രാവിലെ ഇയാൾ വീടിനകത്ത് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അയാളുടെ ബന്ധുക്കൾ ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയം ഉയർത്തിയിട്ടുണ്ട്. കാരണം സന്തോഷവാനായി കട്ടക്കിൽ നിന്ന് അയാൾ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരാൾ ആത്മഹത്യയിലേക്ക് വേണ്ട, അങ്ങനെ ഒരാളുടെ മരണത്തിൽ തീർച്ചയായിട്ടും സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട്. ഇവർക്ക് ഒരു കാമുകനുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അവരും കാമുകനും ചേർന്ന് ഇയാളെ കൊലപ്പെടുത്തിയതാണ് എന്ന് ബന്ധുക്കൾ സംശയിക്കുന്നു. ഇയാൾ സന്തോഷവനായിട്ട് കട്ടക്കിൽ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഭാര്യയെ കാണാൻ എത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഇയാൾ ജീവൻ വെടിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവരുടെ കാമുകനും ചേർന്ന് ഇയാളെ കൊന്നു എന്നുള്ളതാണ് ഇപ്പം ബന്ധുക്കൾ ആരോപിക്കുന്നത്. പോലീസ് ആ രീതിയിൽ സംശയിക്കുന്നുമുണ്ട്. ലക്ഷ്മി രഞ്ജൻ സേത്തി ഭാര്യ അമിതമായി സ്നേഹിക്കുന്ന ആൾ തന്നെയായിട്ടാണ് വീട്ടുകാരും നാട്ടുകാരും പറയുന്നത്. അയാൾ കട്ടക്കിലാണ് ജോലിയിൽ നിന്ന് അയാൾ ജോലിക്ക് ശനിയാഴ്ച വൈകിട്ടത്തേന് ഇയാൾ കട്ടക്കിൽ നിന്ന് ഭാര്യയുടെ വീട്ടിലെത്തും, അല്ലെങ്കിൽ ഭാര്യയായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഇയാൾ വന്ന് അവരോട് 2 ദിവസം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുന്ന സ്വഭാവക്കാരനാണ്. ലക്ഷ്മി രഞ്ജനെ കാമുകൻ്റെ സഹായത്തോടെ കൊന്നതായിട്ടാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. പോലീസിന് ആ കാര്യത്തിൽ സംശയവുമുണ്ട്. എന്തായാലും പല ഭർത്താക്കന്മാർ ഇതുപോലെ വരുന്ന ഭാര്യയ്ക്ക് മറ്റു ചിലരുമായിട്ടുള്ള ബന്ധങ്ങളുടെ പുറത്ത് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആണ് ഇവിടെ സംഭവിച്ചതെന്ന് കരുതുന്നു. ഭർത്താവ് അടുത്തില്ലെങ്കിലേ ഭാര്യയ്ക്ക് മറ്റു ചിലരുമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ടാകുകയും ആ ബന്ധത്തിൽ അവർ ഭർത്താവിനെ ഉപേക്ഷിക്കാനും ഭർത്താവിനെ കൊലപ്പെടുത്താനും തയ്യാറാകുന്നതായിട്ടാണ് നമ്മളിപ്പം ധാരാളം വാർത്തകൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവർ കാമുകനും ചേർന്നാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. അടുത്ത ദിവസം തന്നെ കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് പെട്ടെന്ന് വരുമെന്നും ചിലപ്പം ഭാര്യ കരുതിയിരുന്നിരിക്കില്ല. അങ്ങനെയായിരിക്കും അയാൾക്ക് സംശയം തോന്നിയത്. ചിലപ്പം അവരുടെ കാമുകനോ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ പാർട്ട്ണറും ആ വീട്ടിലുണ്ടായിരുന്നിരിക്കണം. അങ്ങനെയുള്ള ചില സംശയങ്ങളൊക്കെ ഇപ്പം പോലീസ് ഉണ്ട്. അതനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.